ഗൈസ് നമ്മളിപ്പോൾ ഒരു ലാൽബാഗ് ബോട്ടാണിക്കൽ ഗാർഡനിലാണ് ഗൈസ്. ഫ്ലവർ ഷോ ഒക്കെ ഉണ്ട് ഇവിടെ. ഇത് സാധാരണ സ്ഥലം, നമുക്ക് നടന്നുകൊണ്ട് കാണാം. 4000 വർഷം പഴക്കമുള്ള മരം. 400 വർഷം. എന്തോരം ആൾക്കാർക്ക് ആയിട്ടുള്ള മറവിരിക്കും മരവിരിക്കും. എന്തിനാ മറുത്തമ്മ കാരണേ? ചുമ്മാ മറത്തി മറി. ബിഹൈൻഡ് ദ സീൻസ് പ്രോഡക്റ്റ്. എന്നാലും 400 വർഷം ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റൂ? അല്ല, വിശ്വസിക്കാം. അത്യാവശ്യം നമുക്ക് അങ്ങോട്ട് പോവാം. എവിടെ ഇരിക്കണേ? ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. പീപ്പിൾ ട്രീ. ഇതിലെവിടെയാണ് 400 വർഷം എന്നൊക്കെ എഴുതിയാണ്? മൊറാക്കിയ ഇന്ത്യൻ സബ് ഇതിലെവിടെ 400 വർഷം എഴുതിയാണ്? തോരപ്പൻ. ഞാൻ 400 വർഷം വരാൻ പറ. This is the oldest tree in the world. And this is the Hey guys, this is oldest tree in the botanical garden. This is a banana tree. In Malayalam we called almaram. ആൽമരോ? Kundanmar. ഒന്നും അറിയില്ല. In the subcontinent. this is just a tree, not more than anything. The tree have a enormous power. 400 വർഷം യക്ഷിയോ? പശുവിനോടൊന്നും പറയില്ല. 2000 കൊല്ലം മുമ്പുള്ള ഒരു യക്ഷിനെ തടച്ചിട്ടുണ്ട്. നമുക്കൊന്ന് യക്ഷിയെ തളച്ചിട്ടിരിക്കുന്ന ഒരു ആൽമരമാണ്. വർഷങ്ങളായി ഈ ആൽമരത്തിൽ രക്ഷി കുടികൊള്ളുകയാണ്. നമ്മൾ ഒരുപാട് നമ്മുടെ കൂടെ യക്ഷി വരും. അതുകൊണ്ട് നമുക്കിവിടെ നിൽക്കണ്ട. യക്ഷിനൊന്ന് പരിചയപ്പെട്ട് പാടാ ഫ്രണ്ട്സ്. അപ്പൊ നമ്മള് നമ്മുടെ വ്ളോഗ് സീരീസിലെ ഫസ്റ്റ് വീഡിയോ, വ്ളോഗ് സീരീസിലല്ല, ബാംഗ്ലൂർ വ്ളോഗ് സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ തുടങ്ങുന്നത് ലാൽബാഗ് പാർക്കിലാണ്. ഇവിടെ നിന്നൊരു ഫ്ലവർ ഷോയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നല്ലത് വലുതും കാണാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അടിപൊളി സ്ഥലല്ലേ? പക്ഷെ ഈ ചൂടുണ്ടായിരുന്നില്ലെങ്കിൽ അടിപൊളിയാണ്. നമ്മളെ കാണില്ല, അവിടെ പൂക്കള് പൂക്കളാണോ? മുരടിയില്ല കുഞ്ഞിനെ. അല്ല കുഞ്ഞല്ല, കുഞ്ഞാ നീ നോക്കിക്കോ. ട്രെയിനുണ്ടായിരുന്നു, പോയാലോ? വീഡിയോ കേട്ടാ നിക്കയില് ഫോട്ടോ എടുക്കണ്ട. നിക്ക് ആടാ സെറ്റ്. നമ്മൾ ടൂർ പോതേക്കാട് നമ്മൾ 9 പേരാണ് വന്നത്. ഈ 9 പേരെയും പറ്റി പറയുകയാണെങ്കിൽ 9 പേരും 9 വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ്. നമുക്ക് ഓരോരുത്തരെ പറ്റി പരിചയപ്പെടാം. ആദ്യമായി സാവിയോ, കടുത്ത പനിയെ പോലും പ്രതിസന്ധി ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വന്ന് നമുക്കെല്ലാവർക്കും പനി തരാൻ വേണ്ടി വന്ന സാവിയോ വേണ്ടി. അടുത്തത് ജസ്റ്റിൻ, ഭയങ്കര എന്താ പറയാ പെർഫെക്ഷൻ. ഈ ചാനലിന്റെ ഓണറാണ്. ഈ ചാനൽ ഇപ്പൊ ഞാൻ കടുത്തേക്കണ്ട. ഇത് ഭയങ്കര പെർഫെക്ഷനിസ്റ്റ്, എല്ലാം കൊണ്ടും എല്ലാത്തൊക്കെ ഒന്ന് പറയാൻ എനിക്ക് തോന്നണെങ്കിലും അതൊന്നുമല്ല, ഒന്നുമില്ലാത്തവൻ. ഇത് ശരത്, ഫോട്ടോഗ്രാഫർ കം, വീഡിയോ കം, എല്ലാം കം, പിന്നെ എല്ലാം കം മാത്രമുള്ള കം. ഇത് ഫിനാൻഷ്യൽ ഗജാൻജി, നമ്മുടെ ഗജാൻജി. നമുക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ബംഗാളി കണ്ടോ, ബംഗാളികളെ പോലെ വന്നേക്കുന്നു. ഇത് ഡാനിയൽ, എല്ലാ കടയിലും കയറി വില വെച്ച് അവരെ എല്ലാ കടയിലും എല്ലാ സാധനവും വില വയ്ക്കും. ഗൈസ്, ഇവനെ പറ്റി പറയുകയാണെങ്കിൽ ഇവൻ എല്ലാം നഷ്ടപ്പെട്ടവൻ.